ഞങ്ങൾ 28 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് പാലായനം ചെയ്യാൻ തുടങ്ങിയത്. ജീവിതത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാ കുടുംബ ജീവിതത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വഴക്കുകളും പിണക്കങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ അതൊക്കെ വളരെ മധുരതരമായി രീതിയിൽ കൈകാര്യം ചെയ്ത് മൂത്ത മോന് അവന് 27 വയസ്സായി. എടുത്തു പറയേണ്ട ആവശ്യമില്ല. രീതിയിൽ ഞങ്ങള് എത്തുവാൻ കാരണം ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും ഗുരുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും കുടുംബക്കാരുടെയും ബന്ധുക്കാരുടെയും എല്ലാ അനുഗ്രഹവും ആശീർവാദവും എല്ലാം ഒന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഒരു കുടുംബ ജീവിതം ഇളയമോനെ പുറത്താക്കി വന്ന ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ നിങ്ങളോട് ചില ഉപദേശങ്ങൾ ഒരു കുടുംബജീവിതം വിജയിക്കാനായിട്ട് 28 വർഷം ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിച്ചത് ഞങ്ങളുടെ വിട്ടുവീഴ്ച മനോഭാവം കൊണ്ട് മാത്രമാണ്. കാരണം ഒരു കുടുംബജീവിതം ആകുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിട്ടുവീഴ്ചകൾ ആണ്. കാരണം രണ്ടുപേരും രണ്ട് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരാണ്. അപ്പൊ ആ പശ്ചാത്തലത്തിൽ നിന്ന് വന്നു കഴിയുമ്പോൾ അവിടെ പല ക്ലാഷുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതെല്ലാം വളരെ സമർത്ഥമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റണം. പറ്റിയേ തീരും. കാരണം നമ്മുടെ കുട്ടികൾക്ക് ജന്മം നൽകുന്നുണ്ട്, അവരെ നല്ല രീതിയിൽ വളർത്തണം. ഇതെല്ലാം അതിനെ നമ്മൾ വിട്ടുവീഴ്ചയോടും സ്നേഹത്തോടും വാക്യത്തോടും കൂടി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിച്ചാലേ ഉള്ളൂ നമ്മുടെ ഇതുപോലുള്ള വിവാഹ വാർഷികങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വന്ന എല്ലാവരെയും ഓരോരുത്തരെയും ഞാൻ എടുത്തു പറയുന്നില്ല, ഓരോ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഈ സന്തോഷകരമായ ദിനത്തിലേക്ക് വന്നെത്തിച്ചേർന്ന എല്ലാവർക്കും വളരെ ഹൃദയം നിറഞ്ഞ രീതിയിൽ സ്വാഗതം അർപ്പിക്കുന്നു. ഇന്നത്തെ ഈ ആഘോഷങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഞങ്ങളുടെ മക്കളാണ്. അവര് ദൈവം ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ ഗിഫ്റ്റാണ് ഞങ്ങളുടെ 2 മക്കള്. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമാധാനത്തിലും സന്തോഷത്തിലും മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് പ്രചോദനം അവരാണ്. അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ ജീവിതത്തിൽ ഞങ്ങളെ അടുത്ത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. ഞങ്ങൾക്ക് ഒരിക്കലും യാതൊരു രീതിയിലും ഒരു വിഷമമൊന്നും തരാതെ ഒരു രീതിയിൽ ഞങ്ങൾക്ക് പ്രഷറൈസ് ചെയ്യാത്ത ഒരു ലൈഫാണ് അവരിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതിന് നന്ദിയുണ്ട്. അതുപോലെ 25ാമത്തെ ഞങ്ങളുടെ വിവാഹ വാർഷികം കുവൈറ്റിൽ വെച്ച് ആഘോഷിക്കാം. കുവൈറ്റിൽ എല്ലാവരും 25 വർഷം ആകുമ്പോഴത്തേനും ഓഡിറ്റോറിയത്തിലൊക്കെ ഹോള് ബുക്ക് ചെയ്ത് അങ്ങനെ വളരെ മനോഹരമായിട്ട് ആഘോഷിക്കാറുള്ളതാണ്. അപ്പൊ അന്ന് കോവിഡ് ആയിരുന്നു, 2021 അപ്പൊ ഞങ്ങൾക്കത് ആഘോഷിക്കാൻ പറ്റില്ല. അപ്പൊ ദൈവം ഞങ്ങൾക്ക് ഇവിടെ വെച്ച് ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്ന് ഇവിടെ വന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു വിവാഹ വാർഷികം ആഘോഷിക്കാൻ പറ്റുമെന്ന് ദൈവം തന്ന അനുഗ്രഹത്തിന് വൃത്തിയായി നന്ദി പറയുന്നു. അതുപോലെ ലൈഫ് എന്ന് പറയുന്നത് എനിക്ക് 2-3 വാക്കുകൾ പറയാനുണ്ട്. കാരണം ഇത്രയും നാളത്തെ ഞങ്ങളുടെ ഈ ലൈഫ് ബ്യൂട്ടിഫുൾ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. നമ്മളെ പലരും പല രീതിയിൽ ലൈഫിനെ വ്യാഖ്യാനിക്കുമ്പം എനിക്ക് കല്യാണം കഴിഞ്ഞ നാൾ മുതൽ ഇന്ന് വരെ മനോഹരമായ ഒരു ലൈഫ് എന്നേ പറയാൻ പറ്റും. അത് മനോഹരം എന്ന് പറഞ്ഞാൽ പറയുന്ന അത്ര അർത്ഥത്തിൽ മനോഹരമല്ല. കടന്നു വന്ന വഴികൾ ഒരുപാട് കഠിനമാണ്. മനസ്സിലാക്കാൻ പറ്റാതെ പോയ സമയങ്ങളുണ്ട്, തെറ്റുകളുണ്ട്, കുറ്റങ്ങളുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഞങ്ങളുടെ ബെഡ്റൂമിൽ ഞങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ പിണക്കങ്ങൾ പറഞ്ഞു തീർക്കാതെ 2 പേരും കൂടെ സ്നേഹത്തോടെയല്ല ഞങ്ങളുടെ ബെഡിൽ ഞങ്ങൾ കിടന്നിട്ടില്ല. അത് അഭിമാനത്തോടു കൂടി നിങ്ങളോട് എല്ലാവരോടും പറയാൻ പറ്റും. അത് പറയുന്നത് സത്യമാണ്. ഒരിക്കൽ പോലും അത് ഡിനേ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എത്ര പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ ആ ബെഡിൽ പോയിരുന്ന് കഴിയുമ്പോൾ എന്താണ് സംഭവിച്ചത്, എന്തായിരുന്നു അത്, നിനക്കെന്താണ് തെറ്റ്, അതങ്ങനെ ആയിക്കൂടാന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞിട്ട് കിടക്കാറുള്ളൂ. അതാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ വിജയം. ഞങ്ങൾ ഇന്ന് വന്ന് നിൽക്കുന്നതും ഇനി മരിക്കുന്നത് വരെയും ഇതിനേക്കാൾ കൂടുതൽ സ്നേഹത്തോടെ പോകുമെന്ന് എനിക്ക് വാക്ക് തരാൻ പറ്റും. അത്രയ്ക്ക് നല്ലൊരു ജീവിതമാണ് ദൈവം തന്നത്. സന്തോഷം കൊണ്ട് ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എമോഷണൽ ആകും. കാരണം എനിക്കത് വിവരിക്കാൻ പറ്റത്തില്ല. നിങ്ങളെല്ലാവരും ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ വന്നതിന് എനിക്ക് ഒരുപാട് നന്ദിയും കടപ്പാടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നന്ദി മാത്രം, സ്നേഹം. ഞങ്ങൾ ഈ അമേരിക്കയിൽ വരുന്നതിന് മുമ്പ് വേണ്ട മാർഗനിർദ്ദേശങ്ങളും പ്രൊമോട്ട് ചെയ്ത ശ്രീ അനീഷ് ആര്യാടനെ ഞാൻ ഈ വേദിയിലേക്ക്
എല്ലാവർക്കും നമസ്കാരം. സായിച്ചാന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ വളരെ ആകാംക്ഷയോടെയാണ് ഇത് കേട്ടത്. പക്ഷെ നമ്മൾ ഈ കുടുംബജീവിതത്തെ പറ്റി നമ്മൾ പുത്തമ്പരക്കൽ അച്ഛൻ്റെയും ഇങ്ങനെ പല ധ്യാനിപ്പിക്കുന്നവരുടെയും പല വാചകങ്ങളും വാക്കുകളും സംസാരങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ടോക്ക് സായിച്ചാനും ലില്ലി ചേച്ചിയും ഇവിടെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും തന്നു. അപ്പം രണ്ടുപേർക്കും ഫസ്റ്റ് ഓഫ് ഓൾ അതിന് വളരെ ഒരു നന്ദി. പിന്നെ അവരുടെ ഒരു 28ാമത്തെ വിവാഹ വാർഷികം കുവൈറ്റിൽ ഇത്രയും നാളുണ്ടായിരുന്ന അവർക്ക് ഈ US-ൽ വന്നിട്ട് ആഘോഷിക്കാൻ പറ്റിയത് വളരെ ദൈവം തമ്പുരാൻ അവർക്ക് രണ്ടുപേർക്കും അനുഗ്രഹിച്ചു. അതിനുവേണ്ടി അവരെ അനുഗ്രഹിച്ചു, അവരെ ഇവിടെ എത്തിച്ചു. അപ്പോൾ അതിന് നമുക്ക് ദൈവത്തിന് നന്ദി കരയറ്റാം. എനിവേ രണ്ടുപേർക്കും ആരോഗ്യത്തോടുകൂടി ഇനിയും വർഷങ്ങൾ മുമ്പോട്ട് പോട്ടെ. താങ്ക് യു വെരി മച്ച്. പറയല്ലേ, ചേട്ടൻ ചേച്ചി ഞാൻ ആദ്യമായിട്ട് ഇവിടെ വെച്ച് കണ്ടു. പിന്നെ ഇവിടെ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ചേട്ടൻ ചേച്ചി അതിന് തയ്യാറായിട്ട് ഇവിടെ പോകും. ഞാൻ താഴെ ആദ്യമായിട്ട് ചേട്ടൻ ഈ അപ്പാർട്ട്മെന്റ് കാണുന്നതിന് മുമ്പ് താഴത്തെ വീടാണ് കണ്ടേ. ചേട്ടൻ ഇവിടെ ഒന്ന് കണ്ടിട്ട് ചേട്ടൻ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ഞങ്ങൾ സൗഹൃദമായിട്ട് സന്തോഷമായിട്ട് ഇവിടെ എല്ലാവരും ഇവിടെ ഒന്നിച്ച് ഞങ്ങൾ വല്ലപ്പോഴും കൂടും, പാട്ട് പാടും, കളിക്കും. അങ്ങനെ സന്തോഷമായിട്ട് ഞങ്ങൾ പോകുന്നു. ഇനിയിപ്പോ അടുത്ത ആള് വരുന്നുണ്ട്. പുള്ളി ഈ കമ്പനി തന്നെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഞങ്ങളിങ്ങനെ ആഘോഷമായിട്ട് ചേട്ടനും ലില്ലി ചേച്ചിക്കും എത്ര പോലെ എല്ലാ ആശംസകളും നേരുന്നു. കാരണം ഇത്രയും വർഷം സന്തോഷമായിട്ട് ജീവിച്ചു. നമ്മുടെ കുടുംബ 2 മക്കള് നമ്മൾ സന്തോഷമായിട്ട് അവരെ വളർത്തി ഇത്രയും വലുതാക്കി. അവർക്ക് നല്ല ആവശ്യത്തിലുള്ള മറുപേശങ്ങൾ കൊടുത്ത് അവരെ വലുതാക്കി ഇത്രയും വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു. അതിനുശേഷം അവരെ അമേരിക്കയിൽ എത്തിക്കാനും സാധിച്ചു. അപ്പോൾ അത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ നന്ദി. അപ്പോൾ ഞങ്ങൾ എല്ലാവിധ ആശംസകളും നേരുന്നു. വീണ്ടും നമുക്ക് കാണാം. ആര് വന്ന ഇപ്പൊ സഹിച്ചാനാണ് വേറെ ആരെങ്കിലും, ഞാൻ എല്ലാ വ്യക്തികളെയും കാണുന്നത് അവർ നല്ലവരാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത്. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലത്ത് എനിക്ക് ഒരു 1-2 മാസം പരിചയം കൊണ്ട് പുള്ളി നല്ലൊരു ലിസണാണ്. പുള്ളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരും വർത്താനം. കാരണം അത് എനിക്കൊരു തെറാപ്പിയാണ്. കാരണം ഞാൻ അവിടെ ഇപ്പൊ കുറച്ച് ടെൻഷൻ അടിച്ച് വർക്കൊക്കെ അപ്പൊ പുള്ളി ഇടയ്ക്ക് വെല്ലടിക്കും. അപ്പൊ എന്തെങ്കിലും ചോദിക്കും. അപ്പൊ നമുക്കൊരു ബ്രേക്കാണ്. പിന്നെ ഞാൻ ഈ പുള്ളിയിൽ കണ്ടിരിക്കുന്ന ഒരു കാര്യം, പുള്ളി ഒരിക്കലും എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുള്ളത് ഈ നന്നായിട്ട് ലിസൺ ചെയ്യാന്നുള്ളത് ഒരു നല്ല ക്വാളിറ്റിയാണ്. അത് പെമ്പർനോത്തി കിടന്ന് ഒച്ചയെടുക്കുന്ന സമയത്താണെങ്കിൽ അത് ഡിസൈൻ ചെയ്ത് സമയമനത്തോടെ ഇരുന്നിട്ട് ഒന്ന് ആലോചിച്ചിട്ടൊക്കെ മറുപടി പറയുന്നത് നല്ലൊരു രീതിയാണ്. പിന്നെ രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പുള്ളി പറഞ്ഞാൽ പുള്ളി ചെയ്യുന്ന പ്രാവർത്തിക എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും പുള്ളി ഇവർ 4 പേരും അല്ലാണ്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാറില്ല. ജീവിതകാലത്ത് എപ്പോഴും പ്രാവർത്തികമായി ചെയ്യുന്നൊരു കാര്യം. അപ്പം ഞാൻ ഇന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ലില്ലിക്ക് ഡ്യൂട്ടിയാണ്, അവിടെ ഞങ്ങളില്ല. മൂത്ത ബ്രദറിനേക്കാളും എളുപ്പമാണ് കേട്ടോ. ഞങ്ങൾ 7 മക്കളാണ്, ഞാൻ ഏറ്റവും ഇതാണ്. എൻ്റെ മൂത്ത ചേച്ചിക്കും ബ്രദറിനൊക്കെ ഞങ്ങളെല്ലാം പ്രായമുണ്ട്. എന്നാലും ഒരു ബിഗ് ബ്രദർ പോലെയൊക്കെയാണ് പുള്ളി നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതും. ഒരു വാത്സല്യത്തോടു കൂടിയൊക്കെ നമ്മളെ പരിഗണിക്കുകയും കാണുകയൊക്കെ ചെയ്യാറുണ്ട്. എൻ്റെ നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ സത്യസന്ധമായിട്ട് ആൾക്കാരെ കാണുകയും അതേപോലെ ഞാൻ തിരിച്ച് എക്സ്പെക്ട് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഒരിക്കലും എൻ്റെ ഡോർ പൂട്ടാറില്ല. ഞാൻ ഇയാളോട് പറയാറുണ്ട്. കാരണം ഞാനത് കാണിച്ചു കൊടുത്താലും മറ്റുള്ളവർക്ക് ആ ഒരു ഓപ്പൺനെസ് ഉണ്ടാവും. മറ്റുള്ളവരെങ്ങനെ ചിന്തിക്കുന്നത് എനിക്കറിയില്ല. അപ്പൊ ഇന്നലെ ഞാൻ പുറത്തായിരുന്ന സമയത്ത് പുള്ളി വിളിച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ എടുത്തോണ്ട് പോകും. അപ്പൊ നമുക്ക് ആ ഒരു ഓപ്പൺനെസ് ഉണ്ടെങ്കിൽ എനിക്ക് ഫ്രീ ആകാൻ പറ്റും. കാരണം നമ്മുടെ അയൽവക്കത്തെ നമ്മൾ സംശയത്തോടുകൂടി കാണാൻ പാടില്ല. അത് നമ്മുടെ റിലേഷൻഷിപ്പ് ആണ്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മൾ ഒരിക്കലും നല്ല ട്രാൻസ്പാരൻ്റ് ആയിരിക്കും, ഒളിക്കാൻ പാടില്ല. അപ്പം ഞാനത് ഈ ഇംഗ്ലീഷിൽ വോക്ക് ദ ടോക്ക് എന്ന് പറയും. നമ്മൾ സംസാരിക്കുന്ന എന്തോ അത് നമ്മൾ നടക്കാൻ വേണ്ടി നമ്മൾ പ്രാവർത്തികമായിട്ട് കാണിച്ചു കൊടുക്കും. ഇപ്പം ഇത്രയും കാലത്ത് ഒരു അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അത് തന്നെയാണ്. പിന്നെ ഈ പിള്ളേരുടെ അടുത്ത് നമ്മൾ തമാശ എടുക്കും. ഇവൻ്റെ അടുത്തൊക്കെ നമ്മൾ തമാശ പറയുന്നത്, ഈ ഇച്ചാരോട് നമ്മൾ തമാശ പറയും. ആ തമാശ പറയാനുള്ളത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ എല്ലാവരുടെ അടുത്തും തമാശ ഒന്നും അങ്ങനെ പറയാറില്ല. കാരണം പുള്ളിക്കാരനോട് ആ ഒരു ബ്രദറിനോടുള്ള വാത്സല്യവും സ്വാതന്ത്ര്യം തോന്നുന്നുകൊണ്ടാണ്. പുള്ളിക്കത് ഓക്കെയാണ്. നിങ്ങളെ എന്നെ പരിചയമുള്ളവർക്കൊക്കെ മനസ്സിലാവും, ഞാൻ അങ്ങനെ ജോക്കൊക്കെ അടിച്ച് അങ്ങനെ ജോവിയലായിട്ട് പോകുന്ന ചെയ്യാറുണ്ട്. ചിലപ്പം സെന്റിമെന്റലായിട്ട് എടുക്കുന്ന വ്യക്തികളുടെ അടുത്ത് നമ്മളത് മാറി.
അപ്പൊ എനിക്ക് ആ ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അപ്പം ഇവരൊരു നല്ല ഒരു ഗുഡ് സമരത്തിനായിട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്കാരൻ. ഏജ് വൈസും, കാരണം പുള്ളി അധികം സംസാരിക്കത്തില്ലെങ്കിൽ ചില ചില കാര്യങ്ങൾ പുള്ളി പറയുന്നത് ഞാൻ നോട്ട് ചെയ്യാറുണ്ട്. അനുഭവത്തിന്റെ പുറത്ത് പറയുന്ന കാര്യങ്ങളാണ്. അപ്പം നല്ലൊരു ഫാമിലി ആയിട്ടാണ് ഞാൻ പുള്ളിക്കാരനെ കണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്കിപ്പോ ഭയങ്കര ടെൻഷനാണ് ഇതൊക്കെ എങ്ങനെ ഇനി ഇപ്പൊ 28ാമത് വാർഷികം എന്നൊക്കെ പറഞ്ഞു 28ാമത്, കാരണം ഒരു വലിയ നമ്പറൊന്നും അറിയില്ല. അപ്പൊ ഇവരിത്രയും സന്തോഷമായിട്ട് ജീവിക്കുന്നത് നമുക്കൊരു മാതൃകയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പിന്നെ അത് എന്താ പറയുക, നമുക്കൊരു നല്ല സറൗണ്ടിങ് ഉണ്ടാകുന്നതാണ് നമ്മുടെ ഡെവലപ്മെന്റിലേക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം. നല്ല അയൽവക്കം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇതിന്റെ കൺക്ലൂഷൻ എന്താ വെച്ച് കഴിഞ്ഞാല്, ഇതിന്റെ ഒരു അന്തസ്സത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചേച്ചിയെ ഞാൻ ഒബ്സർവ് ചെയ്തിരിക്കുന്നത്, ചേച്ചി ഈ പബ്ലിക്കലി എനിക്ക് ഇന്റർണലി എനിക്കറിയത്തില്ല, കാരണം ഞാൻ ഉണി നോക്കാമെന്ന് ഞാൻ ചേച്ചി ഭയങ്കരമായിട്ട് ഇങ്ങനെ ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം എല്ലാവരും പെർഫെക്റ്റ് എന്ന് തോന്നും. ചേച്ചിയുടെ ഈ ചേട്ടൻ്റെ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു അഗാധമായ ആ ഒരു സ്നേഹത്തിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേച്ചി നന്നായിട്ട് പബ്ലിക്കലി ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആ ഒരു നല്ല കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ട് ബാക്കിയുള്ള ആ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നത് നമ്മളെപ്പോഴേ ആയിരിക്കും. നല്ല കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇന്ന ഇമ്പ്രൂവ്മെന്റ് ഏരിയാസ് ഉണ്ട്, നിങ്ങൾക്ക് ഇന്ന വീക്ക്നെസ് ഉണ്ട്. ചില സമയത്ത് വീക്ക്നെസ് തന്നെ നമ്മുടെ സ്ട്രെങ്ത് ആണ്. പക്ഷെ അത് റൈറ്റ് ചാനലിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ കറക്റ്റായിട്ട് ചാനലിൽ ചേച്ചി ഇവിടെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ഈ ചാനലിനെ കുറിച്ച് ഒരു നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്റെ മുന്നിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓൺ എ ലൈറ്റർ നോട്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയൊക്കെ പറയാൻ ചിച്ചാൻ ഇങ്ങനെ നോക്കും, അല്ല ഒരിക്കലും. അപ്പയ്ക്ക് ഒരുപാട് തെറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പൊ സംസാരിക്കുന്നിടത്ത് അല്ലെങ്കിൽ ഇങ്ങനെ പല കാര്യങ്ങളും പലതും സംഭവിച്ചിട്ടുണ്ട് ലൈഫിൽ. പെർഫെക്റ്റ് അല്ല, പക്ഷെ പബ്ലിക്കിൽ അത് റൈറ്റ് ആണ്. ഞാൻ ഒരിക്കലും അന്ന് കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ അമ്മ പറഞ്ഞതെന്നാണ്, അമ്മ അപ്പനെ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് കണ്ടിരിക്കുന്നത് ഞാൻ. അതിൽ നിന്ന് കിട്ടിയ ഗുണമാണ്. എനിക്കറിയാം ലൈഫ് എന്ന് പറയുന്നത് അത്രയും തമ്പുരാൻ കയ്യിൽ വെച്ച് തന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള ആളായിരിക്കത്തില്ല. എനിക്ക് ഒരുപാട് തെറ്റുകൾ കാണും, എന്നെ അതുപോലെ കെയർ ചെയ്യുന്നുണ്ട്. സോ വൈ ഷുഡ് ഐ? ഞാനും ബോ ഡൗൺ ചെയ്യണം. എന്റെ തെറ്റുകൾ ഓക്കെ എന്ന് പറയുന്ന ആളുടെ അടുത്ത് അയാളുടെ തെറ്റ് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. സോ ഞാൻ തന്നെ പറയാറുണ്ട്, ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളപ്പോൾ പിള്ളേരുടെ മുമ്പിൽ പോലും ഞാൻ അപ്പന്റെ കുറ്റം പറയില്ല. ഇവര് അപ്പനെ കുറ്റം എന്തേലും പറയണം, പപ്പ അങ്ങനെയെന്ന് പറഞ്ഞാൽ നോ, ഡോണ്ട് ഹാവ് ദ റൈറ്റ് ടു സേ ദാറ്റ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാം, പക്ഷെ അപ്പൻ ഇതാന്ന് പറയാൻ നോ. നിങ്ങൾ എത്ര വലുതാലും അപ്പനാണ്. അപ്പനേക്കാൾ നിങ്ങൾ ഒരിക്കലും വളരത്തില്ല, ഞാൻ അംഗീകരിച്ചു കൊടുക്കത്തില്ല. അത് എൻ്റെ അമ്മ കാണിച്ചു തന്ന വഴിയാണ്. പക്ഷെ പബ്ലിക്കിൽ പേഴ്സണലി ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അതാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്. ഞങ്ങൾ എല്ലാ കുറ്റവും പറയും. എന്നോട് പറയും, ലില്ലി ഇപ്പം ഞങ്ങൾ പുറത്തു പോയി, ഞാൻ ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചു, എൻ്റെ വാക്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു, ഞാൻ പറഞ്ഞത് ശരിക്കും നമ്മൾ ചിലപ്പോൾ അങ്ങനെ അറിയാതെ പറഞ്ഞു പോകല്ലോ. അപ്പം എന്നോട് വന്ന് കയറി കഴിയുമ്പോഴേ റൂമിൽ തന്നെ കിട്ടുമ്പോൾ നീ അവിടെ നിന്നേ, നീ ഇന്ന് പറഞ്ഞോ വേണമായിരുന്നോ? അപ്പം ഞാൻ ചോദിക്കാം എന്തോ പറ്റിയേ? എന്നിട്ട് പറയാം അത് ലില്ലി ശരിയായില്ല. എന്നിട്ട് ഞാൻ പറയാം ആണോ? ആ എന്നാ ഓക്കെ, ഞാൻ നെക്സ്റ്റ് ടൈം കറക്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആണ് എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോകും. ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയാണ് ഞാൻ ഒരിക്കലും പറഞ്ഞതാണ്. അപ്പിനെ ആയിരുന്നു തിങ്ക് ചെയ്യും, ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നോ? അപ്പം ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ 2 ദിവസം കഴിഞ്ഞ് പിന്നെയും ചോദിക്കും, അത് ശരിക്കും പറഞ്ഞത് തെറ്റായിരുന്നോ? എന്നാൽ ഐ എം സോറി, ഞാൻ നെക്സ്റ്റ് ടൈം അത് ചെയ്യില്ല. പിന്നെ അങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫ്. അല്ലാതെ ഞങ്ങൾ പെർഫെക്റ്റ് അല്ല, ഒരിക്കലും അല്ല. ഞങ്ങളിൽ എല്ലാ തെറ്റുകളും ഉണ്ട്, എല്ലാ കുറവുകളും ഉണ്ട്. പക്ഷെ ഞങ്ങൾ എടുക്കുന്ന സൊല്യൂഷൻസ് രീതികളും ഇതാണ്. അതുകൊണ്ട് അപ്പൊക്കെ ഒത്തിരി തെറ്റുണ്ട്, കുറ്റമുണ്ട്, എനിക്കും ഉണ്ട്. പക്ഷെ പ്രൈവറ്റ് പബ്ലിക്കിൽ ഞാൻ ഒരിക്കലും ഇത് ചെയ്തില്ല. ഞാൻ പറയുന്നുണ്ടെങ്കിൽ ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ല, ചേട്ടനൊന്നും പയ്യെ നോക്കും. അപ്പൊ ചേച്ചിക്ക് മനസ്സിലാവും, എനിക്ക് മനസ്സിലാവും. പിന്നെ രണ്ടാമത് ചേട്ടൻ അല്ലെങ്കിൽ ഇച്ചിരി ഇതാണെങ്കിൽ ലില്ലി എന്നൊന്ന് വിളിക്കും. ഈ 2 പോയിന്റാണ് ഞാൻ നോട്ട് 2 പോയിന്റ് കാണാം. എനിവേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരുപാട് കാര്യങ്ങൾ എല്ലാ വ്യക്തികളും നമുക്ക് പഠിക്കാം. ഞാന് പറഞ്ഞ കാര്യം ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഇവര് രണ്ടുപേരും ഇവർ ആസ് എ ഫാമിലി, ഈ പിള്ളേരാണെങ്കിൽ തന്നെ പുള്ളിക്കാരാണെങ്കിൽ ഇവരെയൊക്കെ ഞെട്ടിക്കുകയൊക്കെ അങ്ങനെയൊന്നും ഇല്ലാതെ പറഞ്ഞാലും അതെല്ലാം ഒരു ജോബിയൽ നോട്ടിലാണ് ഇവന്മാർ രണ്ടും എടുക്കുന്നത്. ഞാൻ പിള്ളേരാണെങ്കിൽ ഒരു റിവെഞ്ച്ഫുൾ ആയിട്ടോ അല്ലെങ്കിൽ അവർക്കൊരു ബാഡ് ഫീലിംഗ് ആയിട്ടോ അവർക്ക് തോന്നാത്ത രീതിയിലാണ് അവർ പറയുന്നത്. അപ്പൊ ഇവനടക്കി പോയെന്ന് പറയാം, അവരെന്ന് പറയാം ഇങ്ങനെ പറഞ്ഞു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് താഴോട്ടൊക്കെ പോകുന്നതാണ്, പ്രൈവറ്റ് ഏരിയയിലേക്കൂടെ ഒക്കെ പോകുന്നത്.
അപ്പൊ അതൊരു നല്ല ക്വാളിറ്റിയാണ്. നമ്മള് ഒരു സെന്റിമെന്റൽ ആയിട്ടൊന്നും എടുക്കുന്നില്ല. പിള്ളേരാണെങ്കിലും ഓവറോൾ ഇൻ നട്ട്ഷെൽ ഒരു നമുക്ക് മാതൃകയാക്കാനുള്ള ഒരു ഫാമിലി ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മളോടൊപ്പം ആയിരിക്കാനും എന്നെ കൂടാൻ സഹായിച്ചതിൽ ദൈവത്തിന് നന്ദി വരും. അതുപോലെ തന്നെ വൈഫ് ഇല്ലാതായിട്ടുണ്ടായിരുന്ന കുറച്ച് ഉപദേശങ്ങൾ അവളെ കൂടെ കേൾപ്പിക്കായിരുന്നു. എന്ത് പറയാനാ സഹായിച്ചാൻ മുത്ത് ഇവര് ഇനി ഒരു 100 കൊല്ലം കൂടെ ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ, ആനിവേഴ്സറി ആഘോഷിക്കട്ടെ. അതിനെല്ലാം പങ്കെടുക്കാൻ ഞങ്ങൾക്ക് കൂടെ അവസരം കിട്ടട്ടെ എന്ന് ജഗദീശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ആനിവേഴ്സറി 20th. ഞങ്ങളെ വിളിച്ചതിന് വലിയ നന്ദിയുണ്ട്. ഞങ്ങൾ വന്നിട്ട് ഒരു മാസം ആയിട്ടേ ഉള്ളൂ. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ആനിവേഴ്സറി പറയാൻ താങ്ക് യു വെരി മച്ച് ഫോർ കോളിംഗ്. ചേച്ചി ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്റെ ഒരു വലിയ ആങ്ങളെയും വലിയ ചേച്ചിയും പോലെയാണ് ഉള്ളത്. ചേട്ടൻ ശരിക്കും എന്റെ ഒരു പപ്പയുടെ സ്ഥാനത്താട്ടോ. അപ്പൊ എനിക്ക് പ്രായമല്ല ഉദ്ദേശിച്ചത്. വെള്ളയും മുണ്ടും ഷർട്ടും ഒക്കെയാണ് എപ്പോഴും ഇടുന്നത്. ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും അതിന്റെ കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളും എല്ലാം പറയുമ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസങ്ങൾ പറഞ്ഞു തരികയും ഒരുപാട് സപ്പോർട്ട് നിൽക്കുകയും ചെയ്യുന്നതാണ് രണ്ടുപേരും. പിന്നെ അവർക്ക് ഇനിയും ഒരുപാട് വർഷക്കാലം അവർ ആഗ്രഹിക്കുന്ന അത്രയും വർഷക്കാലം ഏറ്റവും നല്ല സന്തോഷകരമായിട്ടും മീൻസ് ഏറ്റവും സമാധാനപരമായിട്ട് മുമ്പോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. പിന്നെ ഇവർ രണ്ടുപേരുണ്ട്. ഇവർ എപ്പോഴും എന്നെ ചൊറിയാറുണ്ട് നന്നായിട്ട്. എന്തായാലും ഞാൻ ഒത്തിരി എൻജോയ് ചെയ്യുന്നു. പിന്നെ ഒന്നുമില്ല, ഏറ്റവും നല്ല സന്തോഷമായിട്ട് പോകട്ടെ. ഒരുപാട് സന്തോഷം ഇവരുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് പങ്കുചേരാൻ പറ്റിയതിന്. ഇപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് ചേട്ടനെ കണ്ടു പരിചയപ്പെട്ടു. ചേട്ടനെ കണ്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഒരു കൂട്ടത്തിലുള്ള ഒരു കാരണവരുടെ ആ ഒരു സാധനത്തിനകത്തോട്ട് ഒരാൾ വന്നു കൂടി. കാര്യം ഇപ്പം ഞാനിപ്പോ ഇവിടെ ഇപ്പം ജോജോയും സിസ്മോന്റെയും ശരിക്കും ഞാനിവിടെ താമസിക്കുന്നില്ലെങ്കിലും ശരി ഈ ബെറട്രയിലെ ഒരു അംഗമാണ് ഞാനിവിടെ. ഞാനാണെങ്കിൽ ഇടയ്ക്കൊക്കെ പ്രകോപിപ്പിക്കും, രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് പ്രകോപിപ്പിക്കും. പക്ഷെ ഷാജിച്ചേട്ടൻ പിടിച്ചിരിക്കും. പക്ഷെ നിങ്ങൾ 4-ാം തീയതി കണ്ടോണം ഇവിടെ എന്തായാലും ശരി, അത് നമ്മള് അത് ഉറപ്പില്ലേ. ഷാജിച്ചേട്ടൻ പൊട്ടി പെട്ടിക്കത്ത് വെള്ളം ഇന്നത്തോടുകൂടി തീർന്നു. 28ാം വാർഷികം ആഘോഷിക്കുന്ന ചേച്ചിക്കും മംഗളാശംസ നടന്നു. ഇതിനു മുമ്പ് എനിക്ക് മുമ്പായി പ്രസംഗിച്ച പ്രാസംഗികരെല്ലാം കുടുംബജീവിതം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണതിനെ കുറിച്ച് ആധികാരികമായിട്ടും വളരെ പറഞ്ഞുകൊണ്ട് പറയുന്നു. ഇപ്പൊ ഞാൻ അതിന്റെ അത് കൂടുതലായിട്ടൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി നമ്മളൊക്കെ എടുത്തിയാടി എന്തെങ്കിലുമൊക്കെ ഒച്ചയോടുകൂടി വർത്താനം പറഞ്ഞാലും സാധിച്ചായിട്ട് പുള്ളിയുടേതായ ഒരു ടോണും ഒരു ലെവലും ഒക്കെ ഉണ്ട്. പുള്ളി ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് തന്നെ പുള്ളിയുടെ ആ സ്റ്റാൻഡ് എപ്പോഴും കീപ്പ് ചെയ്യാൻ പുള്ളി ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഒച്ച ഇട്ടുകൊണ്ട് മാത്രം കാര്യങ്ങൾക്ക് നമ്മൾ ഒച്ച ഇട്ടുകൊണ്ട് മാത്രം കാര്യങ്ങളുടെ തീരുമാനമാണോ നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല. നമ്മള് ചെയ്യേണ്ട കാര്യങ്ങൾ മാന്യമായി ചെയ്തു കഴിഞ്ഞാൽ അത് എപ്പോഴും ഞാൻ സാധിക്കാൻ്റെ ആ ഒരു വ്യക്തിത്വത്തെ എപ്പോഴും മാനിക്കാം. അപ്പം ഇനിയും വർഷങ്ങളില് ഇതുപോലെ തന്നെ വളരെയേറെ വെഡിങ് ആനിവേഴ്സറികൾ നടത്താൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും വർഷം ഇവർക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിച്ചതിന് എല്ലാ നിങ്ങളെ മാതൃകയാക്കി ബാക്കിയുള്ളവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 28ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ചേച്ചിക്ക് ആദ്യമായിട്ട് 1000 ആശംസകൾ. ഇതുപോലെ മംഗളമായിട്ട് നല്ലൊരു കുടുംബജീവിതം ഇനിയും പോട്ടെ. ഞങ്ങളെ പോലെ പതുക്കെ ഇടിയുമായി പോകുന്നവർക്ക് പ്രചോദനമാകട്ടെ. ചേച്ചിക്കും ഹാപ്പി ആനിവേഴ്സറി. ചേച്ചൻ പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്നിട്ട് 1 മാസമേ ആയുള്ളൂ. പക്ഷെ എന്നാലും ആ ചുരുങ്ങിയ ആ ഒരു സമയത്ത് ഞങ്ങളാകെ 1-2 പ്രാവശ്യം കണ്ടുള്ളൂ. ഈ വീട് കാണാൻ വന്നപ്പം ആ ഒരു ഇതിന് ഞങ്ങളെ വിളിച്ച് വരണം എന്ന് ആ ഒരു ഇത് ശരിക്കും ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങളെ വിളിച്ചത്. പിന്നെ ഇവിടെ വന്ന അന്ന് തന്നെ ഞങ്ങളെ ചേട്ടൻ ഒരുപാട് കാര്യമായിട്ട് ഇവിടെ വിളിച്ചിരുത്തി വർത്താനമൊക്കെ പറഞ്ഞ്
ആ വീട് കാണാൻ പോയപ്പോൾ കൂടെ വന്ന് ആ ഓരോ കാര്യം പറഞ്ഞു തരികയും ഇനിഷ്യേറ്റീവ് ഒക്കെ എടുത്ത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ട് ഞങ്ങൾക്ക് തോന്നി. അപ്പൊ ആ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വീടിനെക്കാട്ടിലും ഈ ഒരു ചുറ്റുപാട് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതാ ഞങ്ങൾ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ഞങ്ങൾ പറഞ്ഞു നമുക്ക് അവിടോട്ട് തന്നെ പോയാൽ മതിയെന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു. ദൈവം നമ്മളെ ഇവിടെ ഒരു നല്ല സ്ഥലത്ത് എത്തിച്ചു. അതാ ഏറ്റവും വലിയൊരിത്. ആ ഒരു വെൽക്കംനെസ്സും ആ ഒരു ചേച്ചിക്കും ചേർന്ന് അപ്പൊ ഇനിയും ഒരുപാട് വർഷങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് ഇനി ഒരുപാട് വർഷങ്ങള് നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. ഓരോരുത്തർ നീ ഇവിടെ ഓരോരുത്തർ പറഞ്ഞാൽ മതി. ഒരുമിച്ച് പറയാം. ഇവിടെ സൂം ചെയ്ത് വെച്ചേക്കാം. ആദ്യത്തെ വാക്ക് പറയൂ ചേട്ടാ. നന്ദി നമസ്കാരം. അത് വേണ്ട, അത് ഇവിടെ നടക്കത്തില്ല. പറയൂ. പേടിപ്പിക്കാൻ പുറകോട്ട് നിൽക്കണം. ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി, വളരെ നന്ദി. പിന്നെ പപ്പായും ഇത്ര നേരം പറഞ്ഞത് ഇത് ഞങ്ങളുടെ ജീവിതം മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പപ്പായും അമ്മയും പപ്പായുടെ നമ്മുടെ ജീവിതത്തിന് പകുതിയെ ഞങ്ങളെ കണ്ടിട്ടുള്ളൂ. ഞങ്ങളുടെ ജീവിതം മൊത്തം ഞങ്ങൾ പപ്പായും അമ്മയും കാണുവാണ്. അന്നേരം ഇത് പറയുന്നത് മൊത്തം സത്യമാണെന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റും, ബോധ്യം പറയാൻ പറ്റും. അത് ഞാൻ വെച്ചിരിക്കുന്ന ഞാൻ ഗൂഗിളിൽ നിന്ന് കണ്ടുപിടിച്ചു തരാം. അപ്പോ അത് ഇതുപോലെ തന്നെ ഇനി 28, ഇനി 56 ആവട്ടെ, 112 ആവട്ടെ, എത്രയോ വർഷങ്ങൾ ഇനിയും പോട്ടെ. ഓക്കെ, നന്ദി, എല്ലാവർക്കും നന്ദി. ഇവിടെ സ്പീച്ച് പറഞ്ഞ എല്ലാവർക്കും, നമ്മുടെ അങ്കിൾമാർക്കും, ഇത്രയും നല്ലപോലെ പപ്പനും അമ്മേനെയും പുകഴ്ത്തി പറഞ്ഞതും എന്നെയും പുകഴ്ത്തി എന്റെ ചേട്ടനെയും പുകഴ്ത്തി പറഞ്ഞ എല്ലാവർക്കും നന്ദി. ഇത് ഉണ്ടായിട്ടാണോ ഞങ്ങളൊക്കെ പിടിച്ചവിടെ